ലൈജി ജോജി. ഞാൻ കളമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി വഴിയായിട്ട് ഒരു കൃപാസന പത്രം കിട്ടി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും. ഇത് എൻ്റെ ഹസ്ബൻഡ് ജോജി തൊമ്മി. അങ്ങനെ ഞാൻ വന്ന് പത്രം കിട്ടി 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരി 4-ാം തീയതിയാണ്. അമ്മ വഴിയായി എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ഇടയ്ക്ക് 2025 ജനുവരി 15-ാം തീയതി എൻ്റെ ഭർത്താവിന് ഹാർട്ട് സംബന്ധമായ അസുഖം വരികയും ജോലി സ്ഥലത്തുനിന്ന് 2 പേര് കൂട്ടി കൊണ്ടുവരികയും വീട്ടിൽ കൊണ്ടുവരികയും ആൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്ത് 2 പേര് വന്നിട്ടുണ്ട്, അവരെന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ചേട്ടന് അസുഖമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, തീരെ വയ്യ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടും ആൾക്ക് സമ്മതമല്ല, എനിക്ക് മാറുമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആൾ എന്നോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അറിയാതെ തന്നെ വയറ്റിൽ നിന്നും യൂറിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ആളിങ്ങനെ വീണ് പോവുകയായിരുന്നു. അങ്ങനെ ഒരുവിധം ഞാൻ കഴുകി പുറത്തിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് സ്റ്റെപ്പ് ഇറങ്ങാനോ ഒന്നിനും പറ്റാതെ ആൾ വീണ് പോകുമ്പോൾ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, മക്കളെ അവിടെ നിൽക്ക്, ഞാൻ ഉടമ്പടി തൈലം ചേട്ടൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം വായിൽ ഒഴിച്ചു കൊടുത്ത് അമ്മേ എനിക്ക് തിരിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്കൊന്നും ആൾക്കൊരാശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിക്കുക എത്തണില്ലല്ലോ എനിക്ക് പറ്റണില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പം എത്തും എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് എത്തി ചേട്ടാ, ഇനി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ ചെന്ന് ECGയും BP-യും പൾസും ഒക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാനും എൻ്റെ ഇളയ മോളും ആ കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ECG ഒക്കെ വലിച്ചൂരി കളഞ്ഞ് BP പാറ്റസൊക്കെ മാറ്റി, പൾസില്ല, BP ഇല്ല, ECG ഇല്ല, ഒന്നുമില്ലായിരുന്നു. വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്ന് എൻ്റെ മോളെ ഇറങ്ങി ഓടിക്കളഞ്ഞ് എങ്ങോട്ട് പോയി എന്ന് പോലും ഞാൻ നോക്കിയില്ല. ഡോക്ടർ പറഞ്ഞു ചേട്ടൻ മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് മരവിപ്പായിരുന്നു. അവിടെ നിന്ന് ഞാൻ കരഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ചെടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആളെ കോട്ടൻ മുക്കി തുടച്ച് കാലിൻ്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്ന സമയത്ത് ഒരു ഞെട്ടൽ പോലെ വന്ന് കിട്ടിയ ജീവനാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം. ഓപ്പറേഷൻ 9 ലക്ഷം രൂപ ചിലവ് വരുന്നൊരു ഓപ്പറേഷനാണ് അവർ പറഞ്ഞു. കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഓപ്പറേഷൻ നടക്കും 4.5 ലക്ഷം രൂപയ്ക്ക്. അതും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ സഹായം ചോദിച്ചവരൊക്കെ എനിക്ക് ചോദിച്ചതിൻ്റെ 4 ഇരട്ടി തന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഈശോയും അമ്മയും കൂടി തിരിച്ചു തന്ന സാക്ഷ്യമാണിത്. എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മരുന്ന് നിർത്തുമ്പോൾ ആളുടെ ഓപ്പറേഷൻ സക്സസ് ആവില്ല എന്ന്. അവിടെയും ഡോക്ടർ എന്നോട് പറഞ്ഞത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞത് ആണുങ്ങളെ വേണം. എനിക്ക് ആരും ഇല്ലായിരുന്നു ആണുങ്ങളായിട്ട് കൂടെ നിർത്താനായിട്ട്. ബോഡി പാക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. അവിടെ നിന്നും അമ്മയും മാതാവും എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് കിട്ടിയ ഈ വലിയ അനുഭവം പറയുമ്പോൾ പത്രം വാങ്ങിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് മനുഷ്യന് സാധ്യമല്ലാത്തത് ഈശോയ്ക്ക് സാധ്യമാണെന്ന് തെളിയിച്ചു തന്ന, മരിച്ചുപോയ ആളെ തിരിച്ചു തന്ന ജീവിതം ഈ അൾത്താരയിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ സമർപ്പിക്കുകയാണ്. ഉടമ്പടി തൈലം തേനുമാണ് എൻ്റെ ഭർത്താവിന് ജീവിതം തിരിച്ചു തന്നത്.
ആര് സഹായം ചോദിച്ചു വന്നാൽ എൻ്റെ കയ്യിലുള്ളത് കൊടുക്കും ഞാനല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ലായിരുന്നു. ഇത്രയുമാണ് ഞാൻ ചെയ്തത്. പിന്നെ എൻ്റെ മോൾക്ക് തലവേദന വന്ന് തല പൊട്ടിപ്പോകുമെന്നുള്ള വിധത്തിൽ ചുമടാണ് അമ്മ തലയിലിരിക്കുന്നത്. എനിക്ക് അന്ന് പറഞ്ഞു ഇതിരുന്നപ്പോൾ ഞാൻ അമ്മയുടെ ഉടമ്പടി തേൻ വായിലൊഴിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ ഇപ്പം അമ്മ മാറ്റിത്തരൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ മടിയിൽ കിടന്ന് ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 5 മിനിറ്റ് ആയില്ല, അവളെ അമ്മ ഈശോയും വന്ന് ഈശോയുടെ മടിയിൽ കിടത്തി അവളുടെ തലവേദന മാറ്റി അവളെ ഉറക്കി. ഞാൻ ദിവ്യബലി ദിവസവും സംബന്ധിക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഇതേവരെയും മുടക്കിയിട്ടില്ല. അച്ഛൻ്റെ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്. ബൈബിൾ വായനയും ഞാൻ മുടക്കാറില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവേൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹബാക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിലും ദൈവം എന്തേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവമേ, എത്ര കാലം ഞാൻ കാത്തിരിക്കണം? എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവം എന്താണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു വിചാരം നമ്മുടെ മനസ്സെ അലട്ടാൻ പല പ്രാവശ്യവും. പക്ഷെങ്കിൽ അവിടെയും ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഒരുപക്ഷേ ഇന്നത്തെ കഷ്ടപ്പാടുകളായിരിക്കാം നാളത്തെ വലിയ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ അത്ഭുതങ്ങളായി ഓരോ മക്കളും ഈ പ്രത്യക്ഷീകരണ ആലയത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാവാത്തത് നാളെ ഒരു വലിയ സത്യമാവാം, ഒരു വലിയ സാക്ഷ്യമാവാം. ദൈവത്തിൻ്റെ സമയം പൂർണ്ണതയിലാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് പോലെ ദൈവത്തിന് ഒന്നും അസാധ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന്. ഒന്നും അസാധ്യമായെന്ന നമുക്കൊന്നും സാധ്യമല്ല എന്ന് തോന്നുമ്പോൾ, മെഡിക്കൽ ഫീൽഡ് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോഴും സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി ജീവിതത്തിൽ ആ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ എപ്പോഴുമുള്ളത്. ഈ സന്നിധിയിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അസാധ്യമായവയെല്ലാം സമർപ്പിച്ച് സാക്ഷ്യമാക്കി തീരുന്ന സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഓരോ നിമിഷവും കേൾക്കുന്നത്. ഈ മകളുടെ സാക്ഷ്യം അതുപോലെ തന്നെയാണ്. ഈശോയും അമ്മയും കൂടെ നിന്ന് കഴിഞ്ഞു നൽകിയ ഒരു സാക്ഷ്യമാണ് ലൈജി ജോജി നമ്മളോട് ഷെയർ ചെയ്തത്. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. രോഗത്തിന് സൗഖ്യം തരുന്ന ഒരു ദൈവമാണ്. സകലരുടെയും കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരു ദൈവമാണെന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വചനം പറയുന്നത്. നമുക്ക് പൂർണ്ണതയോടെ വിശ്വസിക്കാം, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37-5-ാം വചനം പറയുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തോടെ നമ്മുടെ ഓരോ നിയമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം കനിഞ്ഞു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ലൈജി ജോജിക്കും കുടുംബത്തിനും പ്രത്യേകിച്ചും ഈ സഹോദരൻ നൽകിയ ഒരു പുതിയ ജീവിതത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.